മനുഷ്യരാശിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഊർജം. തീയുടെ കണ്ടുപിടുത്തത്തിൽ നിന്നും ആരംഭിച്ച മനുഷ്യരാശിയുടെ ഊർജോൽപാദനം ഇന്ന് കണികകളെ പിരിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ വരെ എത്തി നിൽക്കുകയാണ്. മനുഷ്യരാശിയുടെ പുരോഗമനത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെയും അളവ് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിരക്കിൽ വൻതോതിലാണ് വർദ്ധിച്ചു വന്നത്. ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ മനുഷ്യരെ മുന്നേറാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന നോൺ റിന്യൂവബിൾ ആയ ഊർജ സ്രോതസ്സുകളിൽ നിന്നും വിൻഡ് എനർജിയും സോളാർ എനർജിയും പോലെയുള്ള റിന്യൂവബിൾ ഊർജത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇനിയും അധികം വൈകാതെ വളരെ അടുത്ത ഭാവിയിൽ തന്നെ നമ്മൾ ഫ്യൂഷൻ എനർജിയെ നിയന്ത്രിക്കാനും പ്രാപ്തരാകും. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ സ്വയം നശിച്ചില്ലെങ്കിൽ നമ്മൾ സ്വന്തം ഗ്രഹത്തിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ടൈപ്പ് 1 പുരോഗമന സമൂഹമായിട്ട് മാറും. അതും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം മറ്റ് ഗ്രഹങ്ങളെയും കൂടെ കോളനിവൽക്കരിച്ച് കൂടുതൽ ഗ്രഹങ്ങളിലേക്ക് മനുഷ്യരാശിയെ വ്യാപിപ്പിക്കുക എന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പതിയെ ഒരു ബഹിരാകാശ പുരോഗമന സമൂഹമായിട്ട് മാറും. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അങ്ങനെ ബഹിരാകാശത്തിലേക്ക് നമുക്ക് വ്യാപിക്കണമെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് ഊർജം ആവശ്യമാണ്. അത്രയും ഊർജം എടുക്കാൻ നമ്മുടെ സൗരയൂഥത്തിൽ ഒരൊറ്റ വസ്തു മാത്രമേയുള്ളൂ. ഓരോ സെക്കൻഡിലും പല ലക്ഷം കോടി ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനങ്ങളുടെ തീവ്രതയിൽ ആ വസ്തു പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സൂര്യൻ. പക്ഷേ സൂര്യനിൽ നിന്നും എങ്ങനെയാണ് ഊർജം എടുക്കുന്നത്? അതിനാണ് ഡൈസൺ സ്ഫിയർ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരാശി ഗുഹകളിൽ ജീവിച്ചിരുന്ന കാലത്തിൽ മനുഷ്യർക്കാകെ വേണ്ടിയിരുന്നത് ആഹാരത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജം മാത്രമായിരുന്നു. അന്ന് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരം കഴിക്കുന്നതിലപ്പുറം ഊർജം കണ്ടെത്തുക എന്ന പ്രക്രിയയ്ക്ക് യാതൊരർത്ഥവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു കാലത്തിൽ മനുഷ്യൻ തീ ഉണ്ടാക്കാൻ പഠിച്ചു. മനുഷ്യരാശിയുടെ ആദ്യത്തെ ഊർജോൽപാദന മാർഗമായിരുന്നു തീയുടെ കണ്ടുപിടുത്തം. അതോടെ മനുഷ്യരാശിയുടെ ഗതിയും മാറാൻ തുടങ്ങി. തണുപ്പിൽ നിന്നും രക്ഷ നേടാനും മൃഗങ്ങളെ തുരത്തി ഓടിക്കാനും ആഹാരം പാകം ചെയ്യാനും അങ്ങനെ മുൻപ് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും തീയുടെ കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യന് ചെയ്യാൻ സാധിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് ഊർജം കണ്ടെത്താൻ പഠിച്ചു. അവയെ നമ്മൾ കൃഷിക്കു വേണ്ടിയും യാത്രയ്ക്കു വേണ്ടിയുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. മനുഷ്യരാശിയുടെ പുരോഗമനത്തിന്റെ പുതിയൊരു തുടക്കമായിരുന്നു അത്. കാലക്രമേണ കാറ്റിനെ ഊർജമാക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ കൂറ്റൻ കപ്പലുകൾ നിർമ്മിച്ച് മഹാസമുദ്രങ്ങളും കടന്ന് ലോകത്തിനെ തന്നെ മനുഷ്യൻ കീഴടക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം 18ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നീരാവിയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യ മനുഷ്യൻ കണ്ടെത്തി. അത് മനുഷ്യ പുരോഗതിയുടെ പാതയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഇങ്ങനെ ഓരോ തവണ പുതിയ ഊർജോൽപാദന രീതികൾ കണ്ടെത്തുമ്പോഴും മനുഷ്യരാശിയുടെ പുരോഗതി പുതിയ തലങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവും എപ്പോഴും വൻ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ടെക്നോളജികളെല്ലാം കൂടുതൽ മികച്ചതും ശക്തവുമാകും. കൂടുതൽ ശക്തമായ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജവും ആവശ്യമാണ്. നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ കാര്യം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. 15 വർഷങ്ങൾക്ക് മുൻപുള്ള മൊബൈൽ ഫോൺസിന് 300 മില്ലി ആംപവർ ബാറ്ററി തന്നെ ധാരാളമായിരുന്നു. കാരണം കോൾ ചെയ്യുക എന്നതിലുപരി അന്നത്തെ മൊബൈൽ ഫോണുകളിൽ മറ്റ് വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മൊബൈൽ ഫോണുകൾ വളരെ പവർഫുൾ ആയ യന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മൊബൈൽ ഫോണുകളിൽ 5000 mAh പോലും മതിയാകുന്നില്ല. അതുമാത്രമല്ല, വളരെ വേഗം ഉയർന്നു വരുന്ന ജനസംഖ്യയും ഊർജത്തിന്റെ ഉപഭോഗം കൂടുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണമാണ്. കഴിഞ്ഞ 200 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ജനസംഖ്യ 700% വർദ്ധിച്ചു. എന്നാൽ അതേ സമയം കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ എനർജി കൺസംഷൻ ഏകദേശം 3000% വർദ്ധിച്ചിരിക്കുന്നത്. ഈ വർധനവിന്റെ നിരക്ക് ഇനി കൂടുകയല്ലാതെ ഒരിക്കലും കുറയുകയുമില്ല. അത് നമ്മുടെ പുരോഗതിയെ മെച്ചപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകരം തന്നെയാണ്. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഊർജത്തിൽ ഏകദേശം 85% നോൺ റിന്യൂവബിൾ എനർജിയാണ്. എന്നുവെച്ചാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഊർജം.
ഉദാഹരണത്തിന് പെട്രോൾ. പ്രകൃതിയിൽ പെട്രോൾ ഉണ്ടാകാൻ പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയം വേണം. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ഒരിക്കൽ തീർന്നു പോകും. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിലെ എർത്ത് ഓവർഷൂട്ട് ഡേ നോക്കുമ്പോൾ തന്നെ എത്രത്തോളം വേഗത്തിലാണ് നമ്മുടെ ഊർജ സ്രോതസ്സുകൾ തീർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വർഷത്തിൽ മനുഷ്യരാശി ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് ആ വർഷം ഭൂമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാകുന്ന തീയതിയാണ് എർത്ത് ഓവർഷൂട്ട് ഡേ. 1987 എർത്ത് ഓവർഷൂട്ട് ദിനം ആദ്യമായിട്ട് കണക്കുകൂട്ടി നോക്കിയത്. അന്നത്തെ കണക്കുകൂട്ടലിൽ ആ വർഷത്തെ എർത്ത് ഓവർഷൂട്ട് ദിനം ഒക്ടോബർ 23 അതായത് ആ വർഷത്തിൽ മനുഷ്യരാശി ഒക്ടോബർ 23 വരെ ഉപയോഗിച്ച ഊർജം മാത്രമേ ഒരു വർഷത്തിൽ ഭൂമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ഡേറ്റ് ഓരോ വർഷവും പതിയെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ എർത്ത് ഓവർഷൂട്ട് ഡേ എന്നത് ജൂലൈ 27. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഊർജത്തിന്റെ ആവശ്യം വൻതോതിൽ കൂടുകയാണ്. എന്നാൽ അതേസമയം നമ്മുടെ ഊർജ സ്രോതസ്സുകൾ വളരെ വേഗം കുറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഭാവിയിൽ റിന്യൂവബിൾ എനർജി സ്രോതസ്സുകളെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുമായിരിക്കാം. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിന്യൂവബിൾ ആയ ഊർജ സ്രോതസ്സുകൾ മാത്രമായിരിക്കും. ചിലപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രധാന ഊർജോൽപാദന മാർഗമായി മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഈ ഊർജത്തിന്റെ പ്രശ്നം വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാനാകും. അങ്ങനെ നമുക്ക് വളരെ വേഗം ടൈപ്പ് 1 തലത്തിലേക്ക് പുരോഗമിക്കാനും സാധിക്കും. സ്വന്തം ഗ്രഹത്തിൽ ലഭ്യമായ മുഴുവൻ ഊർജവും ഉപയോഗിക്കാനുള്ള പ്രാപ്തി കൈവരിച്ചവരാണ് ടൈപ്പ് 1 സമൂഹം. ടൈപ്പ് 1 മുതൽ ടൈപ്പ് 7 വരെയുള്ള പുരോഗമന സമൂഹങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ടൈപ്പ് 1 തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുരോഗമിക്കണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ ലഭ്യമായ ഊർജം മാത്രം മതിയാകില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഭൂമിയിലെ ഊർജം തികയാതെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും എന്ന ചോദ്യം പണ്ട് 1960 ഫ്രീമാൻ ഡൈസൺ എന്നൊരു ബ്രിട്ടീഷ് അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനും സ്വയം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അതിനൊരു പരിഹാരവും കണ്ടെത്തി. ഭൂമിയിൽ ലഭ്യമായ സകല ഊർജവും യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ ആ പ്രകാശകിരണങ്ങളെ വലിച്ചെടുക്കുകയും അതിലൂടെ സൗരോർജത്തിനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് സസ്യജാലങ്ങൾ നിലനിൽക്കുന്നത്. ഈ സസ്യജാലങ്ങളെ ആഹാരമാക്കുന്നതിലൂടെ മൃഗങ്ങളും അതിജീവിക്കുന്നു. ഇന്ന് നമ്മുടെ ആധുനിക ലോകം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഊർജ സ്രോതസ്സാണ് ഫോസിൽ ഫ്യൂൽസ്. എന്നാൽ അതുണ്ടാകുന്നത് സസ്യജാലങ്ങളുടെയും മൃഗങ്ങളുടെയും അവശേഷിപ്പുകളിൽ നിന്നുമാണ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഹൈഡ്രോ എനർജിയും വിൻഡ് എനർജിയും വരെ ശരിക്കും സൂര്യനിൽ നിന്നും വരുന്ന ഊർജം തന്നെയാണ്. കാരണം സൂര്യന്റെ താപമില്ലാതെ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനാകില്ല. അതുപോലെ തന്നെ ചൂട് കാരണം വാതകത്തിൽ ഉണ്ടാകുന്ന സാന്ദ്രതയുടെ വ്യത്യാസം കൊണ്ടാണ് കാറ്റുകൾ വീശുന്നത്. പക്ഷേ സൂര്യന്റെ യാതൊരു ആവശ്യവും ഇല്ലാതെ ഊർജം ലഭിക്കുന്ന ടൈഡൽ എനർജിയും ജിയോ തെർമൽ എനർജിയും ന്യൂക്ലിയർ എനർജിയും പോലെയുള്ള സ്രോതസ്സുകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള ഊർജത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അത്തരം ഊർജ സ്രോതസ്സുകളിൽ നിന്നും നിലവിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഊർജവും ലഭിക്കുന്നത് സൂര്യൻ കാരണമാണ്. അത് ചിന്തിച്ചപ്പോഴാണ് ഫ്രീമാൻ ഡൈസൺ ഒരു ആശയം ഉദിച്ചത്. എന്താണെന്നാൽ ഇങ്ങനെ സൂര്യന്റെ ഊർജം ഫോസിൽ ഫ്യൂൽസും വിൻഡ് എനർജിയും പോലെയുള്ള രണ്ടാമതൊരു സ്രോതസ്സിൽ നിന്നും എടുക്കുന്നതിനേക്കാൾ അത് നമുക്ക് നേരിട്ട് തന്നെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മുടെ ആവശ്യത്തിലധികം ഊർജം നമുക്ക് ലഭിക്കും. സൗരോർജം നേരിട്ട് ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഭൂമി നിറയെ സോളാർ പാനൽസ് കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കുന്നത്. അത് നല്ലൊരു മാർഗമാണ്. പക്ഷേ അതിലൂടെ സൂര്യന്റെ മുഴുവൻ ഊർജവും നമുക്ക് ലഭിക്കില്ല. ഉച്ച സമയത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ സൂര്യന്റെ 100% ഊർജവും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ തന്നെ വന്ന് പതിക്കുന്നുണ്ടെന്ന് തോന്നുമെങ്കിലും ശരിക്കും സൂര്യൻ പുറത്തുവിടുന്ന മുഴുവൻ ഊർജത്തിന്റെ 0.0 ഇത്രയും ശതമാനം മാത്രമേ ഭൂമിയിൽ വന്ന് പതിക്കുന്നുള്ളൂ. അതിലും 30% കൂടുതലും അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിച്ച് ബഹിരാകാശത്തിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഇനി കടലിലും കരയിലുമായി ഒരു തരി നിലം പോലും അവശേഷിക്കാതെ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ സോളാർ പാനലുകൾ കൊണ്ട് നിറച്ച് ഭൂമിയെ മൊത്തത്തിൽ ഒരു സോളാർ പാനലാക്കി മാറ്റിയാൽ പോലും സൂര്യനിൽ നിന്നും വമിക്കുന്ന ഊർജത്തിന്റെ 1% പോലും നമുക്ക് ശേഖരിക്കാനാകില്ല. അതിനാൽ തന്നെ സൂര്യന്റെ മുഴുവൻ എനർജിയും ശേഖരിക്കാൻ നമ്മൾ മറ്റെന്തെങ്കിലും ടെക്നോളജി കണ്ടുപിടിക്കേണ്ടതുണ്ട്.
അത്തരമൊരു ടെക്നോളജിയുടെ ആശയമാണ് ഫ്രീമൻ ഡൈസൺ മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ആശയത്തിൽ സൂര്യനെ മുഴുവൻ മൂടുന്ന തരത്തിൽ സൂര്യന് ചുറ്റും സോളാർ പാനലുകൾ കൊണ്ട് നിറച്ചാൽ ഒരു തരി ഊർജം പോലും പാഴാക്കാതെ സൂര്യന്റെ മുഴുവൻ ഊർജവും നമുക്ക് ശേഖരിക്കാനാകും. അത്തരമൊരു വിന്യാസം വളരെ ബൃഹത്തായ ഒരു ഘടന തന്നെയായിരിക്കും. ഈ ആശയത്തിനെയാണ് ഡൈസൺ സ്ഫിയർ എന്ന് പറയുന്നത്. സൂര്യന്റെ മുഴുവൻ ഊർജം എന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു ഡൈസൺ സ്ഫിയർ സൂര്യന് ചുറ്റും നിർമ്മിച്ചാൽ അതിൽ നിന്നും 384 യോട്ടാവാട്ട്സ് ഊർജമായിരിക്കും ലഭിക്കുന്നത്. എന്നുവെച്ചാൽ 384 ശേഷം 24 പൂജ്യങ്ങൾ. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഈ നക്ഷത്ര വ്യൂഹങ്ങളിലെല്ലാം തന്നെ മനുഷ്യരാശിക്ക് സമാനമായ പുരോഗമന സമൂഹങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ പോലും നമ്മുടെ സൂര്യന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരൊറ്റ ഡൈസൺ സ്ഫിയറിൽ നിന്നും ലഭിക്കുന്ന ഊർജം മാത്രം മതി ഈ സമൂഹങ്ങൾക്കെല്ലാം കോടാനുകോടി വർഷങ്ങളോളം കാലം ഉപയോഗിക്കാൻ വേണ്ട ഊർജം ലഭിക്കും. എങ്കിൽ പോലും വൻതോതിലുള്ള ഊർജം ബാക്കിയുണ്ടായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ ആൻഡ്രോമെഡ ഗാലക്സിയിലുള്ള സമൂഹങ്ങൾക്ക് കൊടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഡൈസൺ സ്ഫിയർ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊർജത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പക്ഷേ അത് നിർമ്മിക്കുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. പൊതുവെ സൈദ്ധാന്തികപരമായ ഡൈസൺ സ്ഫിയർ എന്ന ആശയത്തിൽ ഈ ഡൈസൺ സ്ഫിയറിന്റെ റേഡിയസ് അഥവാ അർദ്ധവ്യാസം എന്നത് ഏകദേശം 15 കോടി കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതിന് കൃത്യമായ ഒരു കാരണവുമുണ്ട്. സൂര്യനെ മുഴുവൻ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഫിയറിന് പുറത്ത് സൂര്യപ്രകാശം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഡൈസൺ സ്ഫിയറിനുള്ളിൽ വേണം പിന്നെ നമ്മൾ ജീവിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഡൈസൺ സ്ഫിയർ എന്നത് സൗരോർജം ശേഖരിക്കാനുള്ള ഒരു യന്ത്രം മാത്രമല്ല, മറിച്ച് അതൊരു വലിയ സ്പേസ് കോളനി കൂടെയാണ്. അങ്ങനെ ഉള്ളിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഭൂമിയിൽ നിന്നുമായിരിക്കുന്ന ദൂരത്തിൽ തന്നെ അപ്പോഴും നമ്മൾ ആയിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂമി സൂര്യനിൽ നിന്നുമായിരിക്കുന്ന ശരാശരി ദൂരമാണ് 15 കോടി കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇന്ന് സൂര്യനിൽ നിന്ന് ഭൂമിക്ക് ലഭിക്കുന്ന അതേ അളവിലുള്ള ഊർജമായിരിക്കും ഡൈസൺ സ്ഫിയറിന്റെ ഉള്ളിലെ ഉപരിതലത്തിൽ എല്ലായിടത്തും ലഭിക്കുന്നത്. ഭൂമിയുടെ ഓർബിറ്റിന്റെ അത്ര വലിപ്പമുള്ള ഒരു ഗോളമെന്ന് പറയുമ്പോൾ അത് ശരിക്കും അതിഗംഭീരമായ ഒരു വിന്യാസമാണ്. അത്തരമൊരു ഗോളത്തിന്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല വിസ്തീർണത എന്നത് ഭൂമിയുടെ സർഫസ് ഏരിയയുടെ 55 കോടി മടങ്ങായിരിക്കും. ഇത്രയും വിസ്തീർണതയുണ്ടെങ്കിൽ ഇന്നത്തെ ശരാശരി ജനസാന്ദ്രത പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ 4,000 ലക്ഷം കോടി മനുഷ്യർക്ക് ആ ഡൈസൺ സ്ഫിയറിനുള്ളിൽ ജീവിക്കാനാകും. അങ്ങനെയെങ്കിൽ ഓവർ പോപ്പുലേഷൻ ഒരു വിഷയമേ ആയിരിക്കില്ല. 100 km/h വേഗത്തിൽ പോകുന്ന ഒരു കാറിന് പോലും ഈ ഡൈസൺ സ്ഫിയറിനെ ഒരു തവണ ചുറ്റി വരണമെങ്കിൽ ഏകദേശം 1000 വർഷങ്ങളെടുക്കും. അത്രയേറെ വലുതായിരിക്കും ഈ ഡൈസൺ സ്ഫിയർ. ഈ വലിപ്പം തന്നെയാണ് ഇത് നിർമ്മിക്കുന്നതിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. കാരണം അത്രയും വലിപ്പത്തിലുള്ള ഒരു ഘടന നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് നമ്മുടെ സൗരയൂഥത്തിലില്ല. എന്തെന്നാൽ ഈ ഡൈസൺ സ്ഫിയറിന്റെ കട്ടി എന്നത് വെറും 1 സെന്റിമീറ്റർ മാത്രമാണെങ്കിൽ പോലും അത് നിർമ്മിക്കാൻ ഭൂമിക്ക് തുല്യമായ 100 ഗ്രഹങ്ങളെ ഒരു കണിക പോലും ബാക്കി അവശേഷിപ്പിക്കാതെ മുഴുവൻ ഖനനം ചെയ്യണം. ജൂപ്പിറ്റർ ഗ്രഹത്തിന് ഭൂമിയുടെ 300 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. അപ്പോൾ ജൂപ്പിറ്ററിനെ മാത്രം ഉപയോഗിച്ചാൽ തന്നെ 1 സെന്റിമീറ്റർ വലുപ്പത്തിൽ ഒരു ഡൈസൺ സ്ഫിയർ നിർമ്മിക്കാനാകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഓർക്കുക, ജൂപ്പിറ്റർ ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. അതിന്റെ ഖരരൂപത്തിലുള്ള കോറിന് ഏകദേശം ഭൂമിയുടെ 15 മടങ്ങ് മാസ് മാത്രമേയുള്ളൂ. എന്നാൽ ഊർട്ട് ക്ലൗഡിലെ സകല വസ്തുക്കളെയും ചേർത്താൽ അതിന് ഏകദേശം ഭൂമിയുടെ 10 മുതൽ 100 മടങ്ങ് വരെ മാസ് ഉണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും അത് 1 സെന്റിമീറ്റർ കട്ടിയുള്ള ഡൈസൺ സ്ഫിയറിന് വേണ്ട മെറ്റീരിയൽസ് മാത്രമേ ആകുന്നുള്ളൂ. ശരിക്കുമുള്ള ഡൈസൺ സ്ഫിയർ എന്തായാലും 1 സെന്റിമീറ്റർ കട്ടിയിൽ നിർമ്മിക്കാനാകില്ല. ഇനി സൗരയൂഥത്തിലെ സകല വസ്തുക്കളെയും ഉപയോഗിച്ചാൽ പോലും പരമാവധി 15 സെന്റിമീറ്റർ കട്ടിയുള്ള ഒരു ഡൈസൺ സ്ഫിയർ മാത്രമേ നിർമ്മിക്കാനാകൂ. പക്ഷേ ഇത്രയും കനം കുറഞ്ഞ ഒരു സ്ഫിയർ തീരെ ദുർബലമായിരിക്കും. അതിനാൽ തന്നെ അത് സൂര്യന്റെ ഗ്രാവിറ്റി കാരണം സൂര്യനിൽ ചെന്ന് പതിച്ചു നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമെന്നത് ആസ്ട്രോയിഡ്സ് ആണ്. ഉൽക്കകൾ നിരന്തരമായിട്ട് സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാറുണ്ട്. ഈ ഉൽക്കകൾ വന്ന് പതിച്ചാലും നമ്മൾ നിർമ്മിക്കുന്ന ഡൈസൺ സ്ഫിയർ തകർന്നു പോകും. ചുരുക്കി പറഞ്ഞാൽ അത്രയും വലിയൊരു ഡൈസൺ സ്ഫിയർ നിർമ്മിക്കുക എന്നത് തീർത്തും അസാധ്യമാണ്. പക്ഷേ ഡൈസൺ സ്ഫിയർ എന്ന ആശയത്തിന് പല വെർഷൻസ് ഉണ്ട്. ഡൈസൺ സ്ഫിയർ എന്ന ആശയം സൂര്യന്റെ 100% ഊർജവും ശേഖരിക്കാനുള്ള ഒരു മാർഗമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യന്റെ 1% ഊർജം ശേഖരിക്കാൻ പറ്റിയാൽ തന്നെ അത് നമ്മുടെ പുരോഗതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.
അങ്ങനെ നോക്കുമ്പോൾ ഡൈസൺ സ്വാം എന്ന മറ്റൊരു ആശയമാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം. 10,000-കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ സോളാർ പാനലുകളെ വിക്ഷേപിച്ച് അത് മുഴുവൻ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന രീതിയിൽ സൂര്യന് ചുറ്റും സ്ഥാപിച്ചാൽ അതിലൂടെ നമുക്ക് സൗരോർജം നേരിട്ട് ശേഖരിക്കാനാകും. മെർക്കുറിയെ മാത്രം ഉപയോഗിച്ചാൽ തന്നെ അത്തരമൊരു ഡൈസൺ സ്വാം നമുക്ക് നിർമ്മിക്കാനാകും. ആസ്ട്രോയിഡ് പോലെയുള്ള വസ്തുക്കൾ വന്നിടിച്ചാൽ തന്നെ അത് വന്നിടിക്കുന്ന പാനലുകൾ മാത്രമേ നശിക്കുകയുള്ളൂ. വലിപ്പം കുറഞ്ഞ പാനലുകളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ പാനലുകളെ പുനഃസ്ഥാപിക്കാനും കഴിയും. ഡൈസൺ സ്വാം പോലെയുള്ള ഘടനകൾ നിർമ്മിച്ച് സൂര്യന്റെ 1% ഊർജം ശേഖരിക്കാൻ സാധിച്ചാൽ പോലും അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനാകും. സൗരയൂഥത്തിൽ മുഴുവൻ ബൃഹത്തായ കോളനികൾ സ്ഥാപിക്കാനും മറ്റ് ഗ്രഹങ്ങളെ ടെറാഫോം ചെയ്ത് ഭൂമിയെ പോലെയാക്കി മാറ്റിയെടുക്കാനും അതിശക്തമായ സ്പേസ്ഷിപ്പുകൾ നിർമ്മിച്ച് മറ്റ് നക്ഷത്ര വ്യൂഹങ്ങളിലേക്ക് പോകാനും വരെ അത്രയും ഊർജം തന്നെ ധാരാളമാണ്. പിന്നെ നമ്മുടെ പരിമിതി എന്നത് നമ്മുടെ സങ്കല്പങ്ങൾ മാത്രമായിരിക്കും. ഏതൊരു പുരോഗമന സമൂഹത്തിനും അവരുടെ സ്വന്തം ഗ്രഹത്തിൽ നിന്നും പുറത്തോട്ട് വ്യാപിക്കണമെങ്കിൽ ഡൈസൺ സ്ഫിയറും ഡൈസൺ സ്വാമും പോലെയുള്ള ഘടനകൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞരെല്ലാം പറയുന്നത്. പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയുമാണ്. ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ ഇത്തരം ഘടനകൾ ഇപ്പോൾ തന്നെ ധാരാളം ഉണ്ടായിരിക്കാം. അതായത് മനുഷ്യരെക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ജീവി സമൂഹങ്ങൾ അവരുടെ പുരോഗമനത്തിനു വേണ്ടി ഡൈസൺ സ്ഫിയേഴ്സ് നിർമ്മിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്കത് കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും ടൈപ്പ് 2 തലത്തിലേക്ക് നമ്മൾ പുരോഗമിക്കണമെങ്കിൽ ഡൈസൺ സ്ഫിയർ അല്ലെങ്കിൽ ഡൈസൺ സ്വാം അല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിലവിലത്തെ മനുഷ്യരാശിയുടെ പോക്ക് കാണുമ്പോൾ ടൈപ്പ് 2 തലത്തിൽ വരെ മനുഷ്യരാശി എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡൈസൺ സ്ഫിയർ ഒരിക്കൽ മനുഷ്യരാശി സാധ്യമാക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.